ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാം കൃത്യമായി നടക്കുന്നുണ്ട്. ആവശ്യത്തിന് സാധനങ്ങളുണ്ട്. എവിടെയും ഒരു കുറവുമില്ല. എവിടെയെങ്കിലും ചെറിയ പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ക്യാമ്പുകളിലും ആവശ്യത്തിന് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. ഇതാണ് മുഖ്യമന്ത്രി പറയുന്നത്. മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസവും ഇത് ആവർത്തിച്ച് പറയുന്നത് കേട്ടു. എന്നാൽ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട്. അദ്ദേഹം പഞ്ചായത്തിലെ വിവിധ ആളുകൾക്ക് അയച്ച ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് AP ഗോപി അദ്ദേഹം പറയുന്നു, ഒരാളും ക്യാമ്പിലേക്ക് വരണ്ട, അവിടെ തന്നെ നിന്നാൽ മതി, എന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി. ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, കുടിവെള്ളം നൽകാൻ പോലും കഴിയുന്നില്ല എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് എന്നോർക്കണം. AP ഗോപിയുടെ വാക്കുകൾ കേൾക്കാം. ക്യാമ്പിൽ കഴിയാൻ വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ അതായത് വീടുകളിൽ തന്നെ കഴിയുക. ക്യാമ്പിലോട്ട് വന്നാൽ അവിടെ യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. എന്നാണ് തന്നെ രാവിലെ വെള്ളമില്ലാതെ കിടന്ന് ഭയങ്കര പരക്കം പാച്ചിലായിരുന്നു. അതുകൊണ്ട് വീടുകളിൽ കഴിയാൻ പറ്റുന്നവർ പരമാവധി വീട്ടിൽ തന്നെ കഴിയാൻ നോക്കുക. ക്യാമ്പിൽ ഉൾക്കൊള്ളാവുന്നതിൻ്റെ അപ്പുറം കഴിഞ്ഞിരിക്കുകയാണ്. പഞ്ചായത്ത് അംഗങ്ങൾക്കും നാട്ടുകാർക്കും അയച്ച ശബ്ദ സന്ദേശമാണ് പ്രേക്ഷകർ കേട്ടത്. എന്ന് വെച്ചാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ എല്ലാം താളം തെറ്റിയാണ് മുന്നോട്ട് പോകുന്നത്. എവിടെയും ഒരു സംവിധാനവുമില്ല, സാധനങ്ങൾ എത്തിയിട്ടില്ല, കുടിവെള്ളം പോലുമില്ല. അതാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. കുടിവെള്ളം പോലും വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസം രാവിലെ പാടുപെടുകയാണ് ചെയ്യുന്നത് വെള്ളം എത്തിക്കാൻ എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ്. കോൺഗ്രസിന്റെ UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് പറയുന്നത്. ഒരു സംവിധാനവുമില്ല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എന്ന്. മുഖ്യമന്ത്രി പിന്നെ എന്താണ് പറയുന്നത്? ഓരോ ജില്ലയ്ക്കും മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. റവന്യൂ വകുപ്പാണ് മുന്നിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്. റവന്യൂ വകുപ്പ് മന്ത്രിയെ കാണാനേ ഇല്ല. AP അനിൽകുമാറിന്റെ ശബ്ദം ഇടയ്ക്ക് എവിടെ നിന്നോ കേട്ടിരുന്നു, ഇപ്പോൾ കേൾക്കാനുമില്ല. എന്ന് വെച്ചാൽ ദുരിതാശ്വാസ ക്യാമ്പുകളെല്ലാം താളം തെറ്റിയിരിക്കുന്നു. ഒരാൾക്കും കൃത്യമായി സഹായം എത്തിക്കാൻ കഴിയുന്നില്ല. പ്രതികരിച്ചാൽ അത് CPM-ഉം ഇടതുപക്ഷവും പറയുന്നതാണ്, അവർ നടത്തുന്ന പ്രചാരണമാണ് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും. ഇതൊക്കെയാണ് ക്യാമ്പുകളിൽ നടക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ഒരു അമ്മ പറഞ്ഞ വാക്കുകളുണ്ട്. അമ്മ പറഞ്ഞത് 2018-ലെയും 2019-ലെയും പ്രളയകാലത്ത് ഓണം പോലെയായിരുന്നു. ആവശ്യത്തിന് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ക്യാമ്പ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഇഷ്ടം പോലെ സാധനങ്ങൾ എടുത്തുകൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നു. പിണറായി വിജയൻ എത്ര ഡീസന്റ് ആണ് എന്ന്. ഇത് CPIM-ന്റെ ഏരിയ സെക്രട്ടറി പറയിപ്പിച്ചതാണ് എന്ന് വരുത്താനുള്ള ശ്രമങ്ങൾ പിന്നീട് നടന്നു. ആ അമ്മയെ കൊണ്ട് തന്നെ മാറ്റി പറയിപ്പിച്ചു. പിന്നീട് അവർ സത്യം പറയുകയും ചെയ്തിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രി തന്നെ ആയുധമാക്കുകയും ചെയ്തു. രാഷ്ട്രീയ കളി കളിക്കരുത് എന്ന്, ഇടങ്കോലിടരുത് എന്ന്, ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷേ സത്യം എന്താണ്? ദുരിതാശ്വാസ ക്യാമ്പുകൾ മുഴുവൻ അവതാളത്തിലായിരിക്കുകയാണ്. എവിടെയും സാധനമില്ല. അതുകൊണ്ട് തന്നെയാണ് UDFന്റെ കുമരകം പഞ്ചായത്ത് പ്രസിഡന്റ് AP ഗോപിക്ക് അവരുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക്, പഞ്ചായത്ത് മെമ്പർമാർക്ക് സന്ദേശം നൽകേണ്ടി വന്നത്. ശബ്ദ സന്ദേശം അതാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.